ഇന്ന് കോളേജിൽ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വീഡിയോ ത്രൂ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടും എന്നെ ഇഷ്ടമില്ലാത്തവരോടും ഈ വീഡിയോ കാണുന്നവരോടും എല്ലാവരോടും ഒരു വലിയ നന്ദിയാണ്. ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ത്രൂ ആണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ ചാലക്കുടിയിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തു തുടങ്ങി. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോക്കൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസും അതേപോലെ തന്നെ ആൾക്കാർ തിരിച്ചറിയാനും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇന്നെ പറ്റി ഭയങ്കര വൾഗർ ആയിട്ടുള്ള ഒരു റൂമർ സ്പ്രെഡ്. ഈ പറഞ്ഞ റൂമർ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു. ആ റൂമറിന്റെ ഒരു സൈഡ് എഫക്ട് ഉണ്ടല്ലോ, കോളേജിൽ എല്ലാവരും അറിഞ്ഞ് അതെന്നെ ഒരു രീതിയിലും തളർത്താതിരുന്നത് എന്റെ ഫാമിലിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും എന്റെ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും ആണ്. അങ്ങനെ ഈ പ്രശ്നമൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 10K ഫോളോവേഴ്സ് ആവും. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു 10K എന്ന മൈൽ സ്റ്റോൺ ഒന്ന് മനസ്സറിഞ്ഞ് ആസ്വദിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് എടുത്ത സമയത്താണ് കേട്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന, എന്റെ വോയിസ് ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ വീഡിയോ ഇടാത്തെ, ഓക്കെ അല്ലേ, ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് മെസ്സേജ് എന്റെ വീഡിയോ കാണാത്തോണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് മെസ്സേജ് അയച്ച ഓരോരുത്തരോടും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അന്ന് എന്റെ ഈ സ്വീറ്റ് ആയിട്ടുള്ള 10K ഫാമിലിനോട് ഒരു നന്ദി പറയാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ കംപ്ലീറ്റ്ലി ഓക്കെ ആയതിനു ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. നടക്കുമെന്നറിയില്ല, കാരണം കോളേജിലെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് ബിസിയാണേ.